ഞാൻ ആർക്കാണ് ഒരാളെ കുറിച്ച് ഇത്രയും നന്നായിട്ട് അറിയാം എന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മിത്തുട്ടി ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്ന സമയത്ത് പാർവതിയെ വിളിക്കുന്ന ഒരു പേര്. ഇത് ഈസിയാണെന്ന് എനിക്ക് അറിയാം, ഇട്ടുകൊടുത്തത് പാവങ്ങൾ. പേടിയൊന്നും മാറ്റാറാ, സിമ്പിൾ ആയി പോയി. ഇതൊക്കെ ടൈപ്പ് ചെയ്തില്ല രണ്ടുപേരും. പച്ചു. പച്ചു എന്താ പച്ചു എന്നാണോ അവിടെ? പച്ചു എന്തുകൊണ്ട് ഈ പച്ചു വിളികളെ? ഈ ഫാദമിക്കും സ്നേഹത്തെയും വച്ചു പച്ചു എന്നൊക്കെ വിളിക്കുമ്പോ നച്ചു എന്നൊക്കെ വിളിക്കുമ്പോ എന്നാ പിന്നെ നമ്മളെ വെച്ചു അവര് ഇൻസ്പയർ ആയിട്ടാണോ പച്ചു വിളിച്ചേ? വച്ചു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇതുവരെ ആരും വിളിക്കാത്ത പേര് വിളിക്കണം അങ്ങനെ ഞാൻ വിളിച്ചതാ. ഓക്കെ, എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടാ വിളിച്ചെന്നൊക്കെ? അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാരും എന്നെ പാറുന്നാ വിളിക്കുന്നത്. അപ്പോ ഞാൻ നിനക്ക് വേറെ പേരിട്ട് തരാന്നും പറഞ്ഞിട്ടാ ഈ പേരിട്ട്. അതേപോലെ തിരിച്ചു വിളിക്കുന്ന പേരുണ്ടോ? സ്നേഹം കൂടുമ്പോ മിത്തുട്ടിനെ എഴുതണ്ട, മിത്തുട്ടിനെ വിളിക്കുന്ന പേരുണ്ടോ? മിസ്റ്റർ മിഥു. മിസ്റ്റർ പറഞ്ഞ പോലെ വിളിക്കത്തില്ലല്ലോ വേറെ. മിഥു മിഥു മിസ്റ്റർ മിഥു അങ്ങനെ പറയാമല്ലോ. അങ്ങനെയാണോ? ഷോ, മിസ്റ്റർ മിഥു സ്നേഹം കൂടെ വിളിക്കുന്ന മിസ്റ്റർ മിഥു. കൊള്ളാം. ഓക്കെ, അപ്പൊ 1 മാർക്ക് കേട്ടോ. 2 പേരും ഇതുപോലെ നന്നായിട്ട് കളിക്കാൻ രക്ഷപ്പെട്ടു. ഇനി കുറച്ച് ടഫായിരിക്കും. ഓക്കെ, നിങ്ങള് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ഒരു ഡേറ്റ് അല്ലെങ്കിൽ വർഷം, അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞാൽ അത്രയും സന്തോഷം. വർഷവും ഡേറ്റും നോക്കരുത്. പാർവതി കിട്ടി. ഞാൻ എഴുതട്ടെ. ആര് വെറുക്കുന്നുണ്ട്? കൊറേ നമ്പറൊക്കെ വരുന്നുണ്ട് തലയിൽ കൂടെ. ചേട്ടൻ അറിഞ്ഞൂടാ, എഴുതണ്ട. അല്ല, മിത്തുട്ടി അല്ലേ പ്രപ്പോസ് ചെയ്ത്? അല്ല, എന്നാലും ചേട്ടൻ ഓർമ്മയില്ല. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇത് എഴുതിയിട്ടുണ്ട്. എന്നാണ് പ്രപ്പോസ് ചെയ്തത്? ആരാ ഫസ്റ്റ് പറയണേ? ഞാൻ പറയാം. ഓക്കെ, പറ. അല്ല, ആള് പറയട്ടെ. ആള് പറയാ. ശരിയാ, ചേട്ടൻ പറ. ചേട്ടാ, ചേട്ടൻ മാറ്റും. ചേട്ടൻ എപ്പോഴാ ചേട്ടാ പ്രപ്പോസ് ചെയ്തേ? പോലെന്നായിരുന്നു. പൂരത്തിന് മുന്നേ പറഞ്ഞു. മുന്നേ കറക്റ്റ് അറിയാ. 2002. 2002-ലോ? 2022. അത് ഫസ്റ്റ് മെസ്സേജ് അയച്ചതാ. ഹായ്. ഞാൻ തോറ്റു, നീ പറ. 4/1/2023. 4/1/2023. താങ്ക് യു. ഓക്കെ, അപ്പൊ 1-0 ആണ്. ശരി, ഇനി പാർവതിയുടെ +2-ന് അല്ല വേണ്ട SLC-ക്ക് പാർവതിക്ക് കിട്ടിയിട്ടുള്ള ഒരു മാർക്ക്. ഞാൻ പെട്ടു. ഇല്ല, SLC-ക്ക് പറഞ്ഞു കിട്ടിയിട്ടുള്ള മാർക്ക് അത് ഞാൻ എഴുതണോ? ഒരു പെർസെന്റേജ് ആയാലും മതി. അത് ചോദിച്ചാ എനിക്കും അറിയത്തില്ലേ. ഊഹിച്ച് 2 പേര് എഴുത്. കറക്കി കുത്തന്. ഓക്കെ, എത്രയാ പാറു? ഞാൻ 74 ഒന്നാ എഴുതിയേ. 74. ഇവിടെ എന്താ എഴുതിയേ? 82. അത്രയൊന്നും ഇല്ലേ, ഞാൻ ആവറേജ് ആയിരുന്നു.